നമസ്കാരം. 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്നത്. കാലത്തെ സർവകക്ഷി യോഗം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിക്കുകയും വിദേശകാര്യമന്ത്രി എല്ലാ കാര്യങ്ങളും വിവരിക്കുകയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വലിയ ഒരു വളരെ തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസം മുമ്പ് ഇവിടെ ഒരു സുപ്രധാന തീരുമാനം എടുക്കുകയുണ്ടായി. മാധ്യമങ്ങളൊന്നും അധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുമില്ല. മാധ്യമങ്ങൾക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തതയില്ലാതാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, BSF മേധാവി കേന്ദ്ര സർക്കാർ നീക്കിയ കാര്യം ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാളിനെയാണ് കേരള കേഡർ ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹത്തിന് 2 വർഷം ബാക്കി കാലാവധി ഉള്ളപ്പോഴാണ് അദ്ദേഹത്തിനെ കേരള കേഡറിലേക്ക് അടിയന്തരമായിട്ട് തിരിച്ചയച്ചിട്ടുള്ളത്. BSF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ഈ നമ്മുടെ ബോർഡറുകളിലെല്ലാം സെക്യൂരിറ്റി നിൽക്കുന്ന BSFന്റെ നേതൃത്വത്തിലാണ്. അതിൻ്റെ മേധാവിയാണ്, ഡയറക്ടർ ജനറലാണ് നിതിൻ അഗർവാൾ. അദ്ദേഹത്തെയാണ് ഈ ഏതാണ്ട് 5 ദിവസം മുമ്പ് അദ്ദേഹത്തിനെയാണ് ആ ചുമതലയിൽ നിന്ന് മാറ്റിയത്. അത് അടിയന്തരമായിട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ക്യാബിനറ്റ് കമ്മിറ്റി, അതേണക്ക് പ്രധാനമന്ത്രിയുടെ കമ്മിറ്റി ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു ശുപാർശ കൊടുത്തു. ഇത്തരത്തിൽ മാറ്റണം എന്നുള്ള ശുപാർശ. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായിട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു ക്യാബിനറ്റ് കൂടുകയും ആ ക്യാബിനറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കേരള കേഡറിലേക്ക് തിരിച്ചയച്ചിട്ടുള്ളത്. അത് തന്നെ BSFന്റെ സ്പെഷ്യൽ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള, അതും വെസ്റ്റ് മേഖല നോക്കുന്ന YB ഖുറാനിയെയും ഒറീഷ കേഡറിലേക്കാണ് തിരിച്ചയച്ചിട്ടുള്ള ഉത്തരവ്. ഈ 2 പ്രധാനപ്പെട്ട BSFന്റെ പ്രധാനപ്പെട്ട മേഖലയിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, ഡയറക്ടർ ജനറൽമാരായിട്ടുള്ളവരെ 2 പേരെയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഇത് എന്താണ് കാരണമെന്ന് അന്ന് വ്യക്തമാക്കിയിരുന്നില്ല. അത് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ അന്ന് പലരും അമിത്ഷായോടുള്ള താല്പര്യക്കുറവാണ്, അല്ലെങ്കിൽ കാശ്മീരിൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ടായതുകൊണ്ടാണ്, അങ്ങനെ പലവിധ കാരണങ്ങൾ മാധ്യമങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ബംഗ്ലാദേശിൻ്റെ ഏതാണ്ട് 4100ഓളം കിലോമീറ്റർ വരുന്ന ബംഗ്ലാദേശ് അതിർത്തിയിൽ BSF സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞുകൊണ്ടാണോ ഇത്തരം മേധാവികളെയൊക്കെ മാറ്റി മറ്റ് കാര്യപ്രാപ്തിയുള്ളവരെ ആ സ്ഥാനത്തേക്ക് നിയമിക്കുകയൊക്കെ ചെയ്ത് ഇന്ന് BSFന്റെ ഡയറക്ടർ ജനറലൊക്കെ ഈ ബംഗ്ലാദേശിൻ്റെ അതിർത്തി മേഖലയിൽ സുരക്ഷ ശക്തമാക്കുക, അതിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത് തന്നെയാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഷേഖ് ഹസീനയ്ക്ക് നമ്മുടെ ഇന്റലിജൻസ് രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ നിർദ്ദേശം കൊടുത്തപ്പോൾ ആ നിർദ്ദേശത്തിനനുസരിച്ച് അവിടുത്തെ പട്ടാള മേധാവിയോട് പറയുമ്പോൾ ചെയ്യാം ശരിയാക്കാം, അവരെ സമരക്കാരെ പിൻവലിപ്പിക്കാം, അല്ലെങ്കിൽ അതിന് ആത്മാർത്ഥമായിട്ട് ഇടപെടൽ നടത്താമെന്ന് പറഞ്ഞ് കൂടെ നിന്ന് അവസാനം പ്രക്ഷോഭം ശക്തമാക്കപ്പോൾ അവിടുന്ന് ഞങ്ങളെ കൊണ്ട് ഇനി പറ്റില്ല, എളുപ്പം രാജ്യം വിട്ടോളൂ, അല്ലെങ്കിൽ മരണം സംഭവിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് കൂടെ നിന്ന് പട്ടാളക്കാർ അതല്ലെങ്കിൽ അതിൻ്റെ മേധാവി ചതിക്കുകയാണ് ഉണ്ടായതെന്ന് നമ്മൾ നിഗമനത്തിലെത്തിയാൽ അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ ബംഗ്ലാദേശ് മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ ഇത്തരത്തിലൊരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം ജനങ്ങളെ അടിച്ചമർത്താമെന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ട് ആ പ്രക്ഷോഭക്കാരെല്ലാം വന്നപ്പോൾ നിങ്ങൾ ഈ ഉടനെ സ്ഥലം വിട്ടുകൊള്ളുക എന്ന് പറഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും ഡൽഹി കേന്ദ്രീകരിച്ച് വളരെയധികം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ കണക്ക് ഷേഖ് ഹസീനയുടെ ഒരു മകൻ ലണ്ടനിലും ഒരു മകൾ ഡൽഹിയിലുമാണ് ഉള്ളത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലാണ് ജീവനക്കാരി കൂടാണ് ഷേഖ് ഹസീനയുടെ മകളെ കണ്ടിരുന്നു, മകളുമായിട്ട് സംസാരിച്ചു. അങ്ങനെ മക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ലണ്ടനിലോട്ട് പോകാം അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വരാം എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയായാലും പട്ടാളക്കാർ കൂടെ നിന്നിട്ട് അവരെ മിലിറ്ററിക്കുണ്ടായ ഒരു പ്രത്യേക ഭരണഘടനാ തത്വം അനുസരിച്ചാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഒക്കെ ഉള്ള ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നത്. നമ്മുടെ രാജ്യത്ത് ഇവിടെ കർഷക പ്രക്ഷോഭവും പൗരത്വ ഭേദഗതി എന്നൊക്കെ പറഞ്ഞ് ഓരോ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി സമരം ചെയ്ത് നമ്മുടെ രാജ്യത്ത് അധസ്ഥിത ഉണ്ടാക്കാനൊക്കെ എല്ലാം ശക്തിപൂർവ്വം യുക്തിപൂർവ്വം നമ്മുടെ സർക്കാർ അത് അടിച്ചമർത്തുകയുണ്ടായി. അവർക്കൊന്നും വിജയം കാണാൻ പറ്റിയിട്ടില്ല. ഒരിക്കലും അത്തരം കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പാകാൻ പോകുന്നില്ല. അതിനുവേണ്ടി ശക്തമായ പ്രക്ഷോഭവും എന്തു തന്നെ ആയാലും നമ്മുടെ ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് അതിനുള്ള കഴിവും ശക്തമായ അടിച്ചമർത്തൽ തന്നെ ഉണ്ടാകും എന്ന് ബംഗ്ലാദേശിന് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇപ്പോഴും അവിടെ അരാജകത്വവും ഏതാണ്ട് 24 മണിക്കൂറിൽ 135ഓളം പേരാണ്
കൊല്ലപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ അക്രമങ്ങൾ അധികം വർദ്ധിച്ചു. സ്ത്രീകളെ ആക്രമിക്കുന്നു. അതേ കണക്ക് അവിടുത്തെ സ്ത്രീകളെ എഴുത്തുകാരിയെ ഒരു വനിത നമ്മുടെ ഷേഖ് ഹസീനയ്ക്ക് മുന്നേ നസ്രിമ തസ്ലിൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരിയും സ്ത്രീകൾക്ക് വേണ്ടി അധികം വാദിക്കുകയും സ്ത്രീകൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന അവർക്ക് നമ്മൾ അഭയം കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ പല വിദേശ രാജ്യങ്ങളിൽ പോയി പൗരത്വം എടുക്കുകയും അവിടെയൊക്കെ കഴിയുകയും അവസാനം ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. അവർ അവശതയായിട്ട് ഉണ്ടെങ്കിൽ തന്നെ അവർക്കുണ്ടായ അനുഭവമാണ് അവരെ ഇസ്ലാമിസ്റ്റുകൾ ഓടിച്ചതുപോലെ ആണ് ഇത് സംഭവിച്ചത്. അവർക്ക് ആര് കൂട്ടുനിന്നാലും ഇത് തന്നെയാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെ നിരോധിച്ചതും അവരെ പിന്തള്ളിയതുമാണ്. അവരെ ആൾക്കാർ ആ ജമാഅത്ത് ഇസ്ലാമികൾക്ക് ശക്തമായ നടപടി, രാജ്യദ്രോഹങ്ങൾക്കെതിരെ ശക്തമായ നടപടി എടുത്തതിന് വേണ്ടി ഈ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIS-ന്റെ ഒക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ വിശ്വാസത്തിലെടുക്കണം. ഇത്തരം ഒരു നീക്കത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കരങ്ങൾ, അവർക്ക് വേണ്ടി പോരാടുന്ന ISI പോലുള്ളവരെല്ലാം ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തുടർന്നുള്ള യാത്രയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഇന്ത്യൻ സർക്കാർ വളരെയധികം ഗൗരവത്തോടു കൂടിയും അവിടുത്തെ പട്ടാള മേധാവികളുമായിട്ടും അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. അവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നു എന്നാണ് വാർത്താക്കുറിപ്പിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നല്ല രീതിയിൽ വരട്ടെ, സ്ഥിതിഗതികൾ ശാന്തമാകട്ടെ. അവിടെ പുതിയൊരു ഭരണ സംവിധാനം ഉണ്ട്. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രസിഡന്റ് ഉത്തരവിന് ഇടക്കാലത്തിൽ ഉടനെ തന്നെ തെരഞ്ഞെടുക്കും. പക്ഷേ ആ ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നവരെയുള്ള സ്ഥിതിഗതികൾ എങ്ങനെയാണ്? ഇന്നലെ തന്നെ ഷെയ്ഖ് ഹസീനയുടെ പ്രധാനമന്ത്രിയുടെ വസതിയിലൊക്കെ ജനങ്ങൾ കയറി മത്സ്യവും വസ്ത്രങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകൾ കാണുന്നു. സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കാഴ്ചകൾ കാണുന്നു. അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ളവരെ മർദ്ദിക്കുന്നു. അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു. അത്തരത്തിൽ നിരവധി കാര്യങ്ങളാണ് അവിടുന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 3 ദിവസത്തിനുള്ളിൽ സ്ഥിതിഗതികൾ ശാന്തമാകണം. ശാന്തമായില്ലെങ്കിൽ ഇസ്ലാമിസ്റ്റിന്റെ കയ്യിൽ തന്നെ രാജ്യം പോകുമെന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട്. എന്തായാലും നമുക്ക് വരും മണിക്കൂറുകൾ ആവേശകരമായിട്ട് ആണ് നോക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എന്തായാലും നമ്മുടെ മിത്രമായിരുന്ന ബംഗ്ലാദേശ് നമ്മുടെ സഹോദര രാജ്യം പോലെ വളരെയധികം സൗഹൃദവും സ്ഥിരതയുള്ളൊരു സർക്കാരും സാമ്പത്തികമായി ഉന്നതിയിലായിക്കൊണ്ടിരുന്ന ബംഗ്ലാദേശിൻ്റെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയുള്ള ഭാഗ്യശക്തികളുടെ ഇടപെടലായിരിക്കും. എന്തായാലും മിത്രമായിരുന്ന ആ ഒരു രാജ്യം നമുക്ക് ശത്രുതയിലായിട്ട് വരുമോ? അത്തരത്തിലൊരു ഭരണ സംവിധാനമായിരിക്കുമോ അവിടെ വരുന്നത്? എന്ത് തന്നാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇത്തരം കാഴ്ചകൾ.